പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി പോയി. നീ ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. എന്നിട്ട് കയ്യിൽ കൊടുത്തിരിക്കുന്നു, നീ നേരെ കൊണ്ട് ഫ്ലവേഴ്സിൽ കൊടുക്കാൻ പറഞ്ഞു. ഇവൻ നേരെ ഫ്ലവേഴ്സിലെ അനൂപിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ഇതുപോലെയാണ് 1,80,000 രൂപയാണ് അവർ ബില്ല് തന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഇവരൊക്കെ അള്ളി മാറാൻ വേണ്ടിയിട്ട് അവന്റെ ശവം വലിച്ച് കീറി തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ശവങ്ങളാണെന്ന് അവന് മനസ്സിലായി. അവൻ ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, നീയും കൂടി പോയിട്ട് എത്രയൊക്കെ കണക്കാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഇവനും അവിടെ നിന്ന് വിട്ട ഒരാളും കൂടി ചെയ്തു. കാരണം ഇവരെ കള്ളന്മാരാണ്, ഇവരെ കള്ളികൾ. നമസ്കാരം. മരണപ്പെട്ട കലാകാരൻ കൊല്ലം സുധിയുടെ മകൻ കിച്ചു ഇപ്പോൾ അവന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. കുറെ കാലമായി പയ്യൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ കരഞ്ഞു പോകും എന്നുള്ളത് സത്യമാണ്. അതിനകത്ത് വരുന്ന കമന്റുകൾ ഞെട്ടിപ്പോകുന്ന ജീവിത കഥയാണ് അവൻ പറഞ്ഞത്. ഈ പറയുന്ന അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നടക്കുന്ന രനാസുന, അവരുടെ വീട്ടുകാർ, അവൻ അനുഭവിച്ച ദുരിതങ്ങൾ, അത് കൊല്ലത്തായിക്കോട്ടെ ഈ പറയുന്ന കോട്ടയത്തായിക്കോട്ടെ രനാസുനയുടെ വീട്ടിലായിക്കോട്ടെ, അവിടെയൊക്കെ ഈ ഒറ്റപ്പെട്ടു പോയവന്റെ ഒരു വേദനയുണ്ടല്ലോ, അതൊക്കെ ആ ചെറുക്കൻ ഇന്ന് സധൈര്യം വിളിച്ചു പറയുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കരഞ്ഞു അവന്റെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ. സ്വന്തം അച്ഛന്റെ മരണസമയത്ത്, സ്വന്തം അച്ഛന്റെ കൊല്ലം സുധി മരിച്ചപ്പോ ആ മരണം വരെ വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിച്ച രനാസുനയുടെ വീട്ടുകാർ, സ്വന്തം തന്തിയാൻ, അതായത് രനാസുനയുടെ അച്ഛൻ, അതൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകും. എങ്ങനെയായിരുന്നു രനാസുനയും അവനുമായിട്ടുള്ള ബന്ധം, ഏത് രീതിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ ഒരു സംസാരം കേൾക്കുമ്പോൾ അവനിപ്പോ വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയിൽ, കൊല്ലത്തും ആളില്ല. അവന്റെ ഒരു എന്താ പറയുന്നത്, അവന്റെ ആ സംസാരത്തിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൊല്ലത്തും ആരുമില്ല, ഇപ്പൊ ഇവിടെയും ആരുമില്ല, നമ്മൾ തമ്മിലൊരു ബന്ധവും ഇല്ല, അതേപോലെ കാണുമ്പോൾ സംസാരിക്കുമെന്ന് എന്നുള്ളതല്ലാതെ അത് ഒന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന രനാസുന കടന്ന് കാണിക്കുന്ന അഴിഞ്ഞാട്ടം, തുണിയഴുക്കൽ, ഇതെല്ലാം കൂടി കേട്ടുകൊണ്ട് ഊളം പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ കൂട്ടുകാരന്റെ അമ്മയുടെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവന്റെ ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. ഓക്കെ. ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് ബാക്കി പറയാം. ഞാൻ ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്തൊരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ചു. എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെയാ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു തുടക്കം. ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയിരുത്തി കീബോർഡിലൊക്കെ ഋതപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പനുണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറേ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന. മനസ്സിലായ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛൻ ഇത്രയും പേരുടെ ചെലവ്
ഈ പറയുന്ന മരിച്ചുപോയ കൊല്ലം സുധിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇവന്റെ അമ്മ, ഋതപ്പൻ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, ഈ പറയുന്ന അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ്, ഭർത്താവിന്റെ 2 മക്കൾ, ഇത്രയും പേരുടെ ചെലവ് ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന തങ്കച്ചനായിക്കോട്ടെ, അവന്റെ അളിയനായിക്കോട്ടെ, ഒരിടത്തും പണിക്ക് പോവില്ല എന്നുള്ളതാണ് ഇവൻ കിച്ചു പറയുന്നത്. പിന്നെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഞങ്ങളുടെ ഒരു കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ, ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഇങ്ങനൊന്നും ഓരോ കാര്യം പറയാത്തതും. ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി, ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താമെന്ന്, പുറത്തോട്ടിറങ്ങാം. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10ൽ കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവൻ 8 കമ്പനി ഒരുത്തനുള്ള കേട്ടോ. അപ്പൊ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവന്റെ അമ്മ, യഥാർത്ഥ അമ്മ അവന് 2 വയസ്സോ എന്തോ ഉള്ളപ്പോ അവനെ കളഞ്ഞിട്ട് പോയി. അതിനുശേഷം വന്ന വീണ ആയിക്കോട്ടെ, യവനും ഈ പറയുന്ന അവന്റെ അച്ഛനുമായിട്ട് പിന്നെ സംസാരിക്കുന്നതൊന്നും വീണയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ വല്ലപ്പോരിക്ക് മാത്രമേ വീണയെ ഈ പറയുന്ന അച്ഛനെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. വീണയുടെ വീട്ടിലായിരുന്നു അവന്റെ അച്ഛൻ. ഇവർ തമ്മിൽ ഇവനെ എന്തോ ഈ പറയുന്ന എന്താണ് സുതപ്പൻ അങ്ങനെ എന്തോണോ വിളിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനുശേഷമാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ രേണുവിനെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം രേണുവുമായിട്ട് കമ്പനിയായി. അതിനുശേഷം പിന്നെ ഇവൻ എന്ത് ചെയ്തു, നേരെ ഇവരുടെ വീട്ടിൽ കൊല്ലത്തായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഉടക്കി രേണുവും ഈ പറയുന്ന സുധിയുമായിട്ട് പിന്നീട് ഇവിടെ വരുന്നു, ഈ കോട്ടയത്തേക്ക് വരുന്നു. അവിടെ ഇവൻ താമസം ആർപ്പിച്ചു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ആർക്കും എന്നെ ഇഷ്ടപ്പെടാതെയായി. അതായത് രേണുവിന്റെ കുടുംബക്കാർക്കും എൻ്റെ അടുത്തൊന്നും സംസാരിക്കാതെയായി, എന്നെ ഒന്നും ഇഷ്ടമില്ലാതെയായി. ഞാൻ അങ്ങനെ ഒരു റൂമിൽ അടച്ചിരിക്കുകയും ആ സമയത്ത് ഞാൻ ഒരുപാട് ഡ്രഗ്സ്, ഇതുപോലെ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിച്ചു. ആ സമയത്ത് ഞാൻ കൊല്ലത്ത് പിടിച്ച് ചോദിച്ചു, എനിക്ക് ഇവിടെ നിന്നിട്ട് പറ്റുന്നില്ല, ഞാൻ കൊല്ലത്തോട്ട് വന്ന് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരും അതിന് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം ഇവിടെ പറയുന്ന കൊല്ലം ആയിക്കോട്ടെ, ഈ പറയുന്ന എന്താണ് കോട്ടയം, ഇവരാർക്കും കിച്ചുവിനെ കണ്ടൂടെയായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? കിച്ചുവിനെ കണ്ടൂടെയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ഏകാന്തത, ഒരു ഒറ്റപ്പെട്ട് വളർന്ന ഒരു പയ്യനാണ്. ഇനി ഇവന്റെ മരണം, ഇവന്റെ അച്ഛൻ മരിച്ചപ്പോഴുള്ള സംഭവം പറ. അത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. അത് നമുക്കൊന്ന് കേൾക്കാം. ചെല്ലണം അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നേരത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും, എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് സ്റ്റക്കായി ലൈഫ്, ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്, തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഒന്നും മിണ്ടാതെ. എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനോടൊന്നും. ഭയങ്കരമായിട്ട് ഒറ്റടി ഇങ്ങനെ എന്തോ ആയിപ്പോയി ഞാൻ. മനസ്സിലായി? അതായത് ഇവന്റെ അച്ഛന് എന്തോ അപകടം പറ്റി എന്ന് വിളിച്ചു പറയുമ്പോൾ മറ്റവരൊക്കെ അറിഞ്ഞു, എന്ന് മരിച്ചുപോയെന്ന് അറിഞ്ഞു. ഇവരെല്ലാം കൂടി ഇവന്റെ അളിയൻ ഉൾപ്പെടെ, അതായത് ഈ പറയുന്ന സുധിയുടെ അളിയൻ ഉൾപ്പെടെ, അതായത് ഈ പറയുന്ന റെനാസുനയുടെ ചേച്ചിയുടെ ഭർത്താവ് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു, കാറില് ഈ ഹോസ്പിറ്റലിൽ കാണാൻ പോകുന്നു. ആ സമയത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിർത്തി ഇവര് ആഹാരം കഴിക്കുക. മനസ്സിലായ? സുധി അവൻ ചത്ത് ഓണ വഴിക്ക് ഇവര് വെട്ടി വിഴുങ്ങി, അവര് ഭയങ്കര അറുമാദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ അവിടെ സ്വന്തം അച്ഛനാണ് ഇവന് മാത്രമേ ഇത് വേദന കാണത്തുള്ളൂ. ഇവനവിടെ പറയുന്ന ആഹാരം, ഒരു തുപ്പല് പോലും, ഉനീര് പോലും എന്താണ് ഉള്ളിൽ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. അവര് വളരെ ജാളിയായിട്ട് മരിച്ചു കിടക്കുന്നവന്റെ മുഖം കാണാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കിച്ചു ഇവിടെ പറയുന്നത്. ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു, ആശുപത്രി എത്തുന്നവരാൻ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന ആദ്യ അച്ഛനെ അവിടെ പോയി കണ്ട്, ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂം
റൂം ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ലായിരുന്നു. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാരുണ്ട്, എന്തിനു വിളിക്കും. അങ്ങനെ നിൽക്കാൻ നേരത്തെ അനുപേട്ടൻ വന്നിട്ടുണ്ടാ, അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിൻ്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഓക്കെ, അവന്റെ അച്ഛനെ കാണാൻ പോകുമ്പോൾ അവരുടെ സങ്കടമാണ്. ആദ്യമായിട്ട് വലിച്ചു കിടക്കുന്ന അച്ഛനെ കാണുമ്പോൾ ആ ഒരു വയസ്സിലുള്ള പയ്യന്റെ സങ്കടം അവൻ ഇപ്പോഴും ഉണ്ട്. അവൻ പൊട്ടി കരയുന്നുണ്ട്. കണ്ണിൽ കൂടെ നല്ലതായിട്ടും ഇതാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് രക്തബന്ധം എന്നൊക്കെ പറയുന്നത്. ഇതാണ് നമുക്ക് കണ്ടാൽ മനസ്സിലായത്. ആത്മാർത്ഥമായിട്ട് കണ്ണീന്ന് കണ്ണീര് വരികയാണ്. അല്ലാതെ റെനാസിനെ കാണിക്കുമ്പോൾ ആക്ടിങ് അല്ലെന്ന് കൃത്യമായിട്ട് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. അപ്പോഴാണ് അനൂപ്, അതായത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഫ്ലവേഴ്സിന്റെ അവൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊള്ളാം, ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരും എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അളിയനും പോവാ. ഇവരാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി വയ്ക്കുന്നു. പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്കും അനുപ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞ് എനിക്ക് കൊല്ലത്ത് കൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്ത് കൊണ്ടൊക്കെ കാണിച്ച് തിരിച്ചു വന്ന്. പിന്നെ അതായത് ഇവന്റെ ഫോണൊക്കെ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊല്ലത്ത് കൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറയണമെന്ന്. ഇതൊക്കെ പറയാനും കാരണം എന്നറിയാമോ? അപ്പോഴും തന്നെ ഇവന്റെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ മരണാനന്തര ചടങ്ങുകളും അവന് കിട്ടാനുള്ള പൈസയൊക്കെ കൊടുക്കുമെന്ന് ഈ പറയുന്ന ആരാണ് നമ്മുടെ ഫ്ലവേഴ്സ് അപ്പത്തിന് വാഗ്ദാനം കൊടുത്തത്. ഇനി അവിടെയാണ് അടക്കം നടക്കുന്നെങ്കിൽ ഇവർ ഉദ്ദേശിച്ച ചക്രം കിട്ടത്തില്ല, പൈസ ഇളുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് അവിടെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞത്. അതിനുള്ള എന്തുകൊണ്ടാണെന്നുള്ളത് അവൻ ഇനി പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനുപേട്ടം വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സുകാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. അപ്പം അനൂപേട്ടൻ ഒരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. ഇങ്ങനെ മൊത്തം ഒരു 89 രൂപ എങ്ങാണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്തു ഫ്ലവേഴ്സുകാർ. അത് അനൂപേട്ടൻ എല്ലാവരും കൂടെ ചെയ്ത് അതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കേട്ടോ. ഈ പരനാറികൾ ഈ റെനാസുനെ ഉൾപ്പെടുന്ന വീട്ടിലുള്ള നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ ചെയ്ത പണിയാണിത്. അതുകൊണ്ടാണ് പറയുന്നത് കൊല്ലത്ത് നീ ബോഡി കൊണ്ടുപോകല്ലെന്ന് ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണം. അവിടെ അടക്കരുത്, അവിടെ സംസ്കരിക്കരുതെന്ന് പറയാനും കാരണം ഈ പറയുന്ന ഇതിന്റെ മരണാനന്തര ചെലവുകൾ ആര് ഫ്ലവേഴ്സ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ഇവരൊരു ബില്ല് കൊടുത്തു. ഈ പറയുന്ന നാറി അവൻ ഉണ്ടല്ലോ ഒരുത്തൻ തങ്കൻ, അവനൊരു ബില്ല് കൊടുത്തു. അവനും അവന്റെ അളിയനും ഈ റെനാസുനെ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ബില്ല് കൊടുത്തു. 1,89,000 രൂപ 1,80,000 രൂപ മരണാനന്തര ചെലവായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉടായ്പ ബില്ല് ഈ പറയുന്ന കിച്ചുവിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. നീ നേരെ കൊണ്ട് ഫ്ലവേഴ്സിൽ കൊടുക്കാൻ പറഞ്ഞു. ഇവൻ നേരെ ഫ്ലവേഴ്സിലെ അനൂപിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ഇതുപോലെയാണ് 1,80,000 രൂപ അവർ ബില്ല് തന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഇവരൊക്കെ അള്ളി മാറാൻ വേണ്ടിയിട്ട് അവന്റെ ശവം വലിച്ച് കീറി തിന്നാൻ വേണ്ടിയിട്ടിരിക്കുന്ന ശവങ്ങളാണെന്ന് അവന് മനസ്സിലായി.
അവൻ ഒരാളെ വിട്ടിട്ട് പറഞ്ഞു നീയും കൂടി പോയിട്ട് എത്രയൊക്കെ കണക്കാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ യവനും അവിടെ നിന്ന് വിട്ട ഒരാളും കൂടി ചെയ്തു. കാരണം ഇവരെ കള്ളന്മാരാണ്, ഇവരെ കള്ളികളാണ്, മഹാതെണ്ടികളാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഒരാളെ വിട്ടു. അവര് വന്ന് രണ്ടാമത് കണക്കെടുത്തപ്പോൾ വെറും 89,000 രൂപയായിട്ടുള്ളൂ. വെറും 89,000 രൂപ മാത്രമായ സാധനത്തിന് 1,80,000 രൂപ എന്നുള്ള കള്ള ബില്ല് ആരായി കിച്ചുവിന്റെ കൊടുത്ത് പൈസ തട്ടാൻ വേണ്ടി നോക്കിയത്. ഇപ്പൊ പറഞ്ഞത് അവര് സ്ഥായിയായി പറ്റിപ്പുകാരാണ്, പണം മാത്രം. രണാസുന ഉൾപ്പെടെ പറ്റിപ്പാണ്. ഈ പറയുന്ന സുധിയുടെ ശവന്തീനികളാണ്. ഇത് ഞാൻ ആവർത്തിച്ച് മുമ്പേ പല പ്രാവശ്യം നിങ്ങളടുത്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരൊറ്റയെണ്ണം വിശ്വസിച്ചില്ല. ഇപ്പൊ അവന്റെ വായി തന്നെ കേട്ടോ, ഇതാണ് രണാസുന. മനസ്സിലായി? അവന്റെ ശവം വരെ വിറ്റ് തിന്നുന്ന രണാസുന. ഇനി ഇവൻ എന്തിന് ഇപ്പൊ ഇതൊക്കെ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സംഭവം വെച്ചുതരാമേ. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറയാൻ വിട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ പറഞ്ഞില്ല, ഇനി ഓർമ്മ വരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അവരും എല്ലാവരും ഇപ്പൊ എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്. ഇതൊക്കെ കൊണ്ട് പറയാന്ന് വിചാരിച്ച്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി. ഓക്കെ, പറഞ്ഞോട്ടെ. എന്തുകൊണ്ട് ഇപ്പൊ എനിക്കിത് പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ട്, ഇപ്പോൾ സ്വന്തം കൂട്ടുകാരുടെ അമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ പറയുന്ന സ്വന്തം തള്ള എന്ന് പറയുന്നവൾ കാണിക്കുന്ന വ്യഭിചാരം എന്നേ ഞാൻ പറയും. തുണി അവത്തിട്ട് കാണിക്കുന്ന വ്യഭിചാരം, ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ കാണിക്കും. അപ്പോഴേ ഞാൻ പറഞ്ഞു, മൂത്ത ഒരു പയ്യനുണ്ട്, ഇവനൊന്നും വോയിസില്ല. ഞാൻ ഇവനിക്ക് ഈ പറയുന്ന ഈ കിച്ചുവിനോട് ഒരേ ഒരു വിരോധം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ ആ ഒരു ക്യാഷ് ഇടയ്ക്കിടയ്ക്ക് അവൻ വാങ്ങുന്നുണ്ട്. 10-200 രൂപ വാങ്ങി, അവളൊരു 200 രൂപയാണ് ഇവൻ വാങ്ങുന്നില്ല. അവൾ 400 എടുത്ത് അവൾ പറയും വേണമെങ്കിൽ ഓൺലൈനിൽ ഓണാക്കി വെച്ച് കണ്ട കിച്ചു എൻ്റെ പൈസ വാങ്ങിച്ചു. അതുമാത്രം നീ ഇത്രയും ഈ പറയുന്ന എന്താണ്, നിനക്ക് പിന്നീട് പ്രായമുണ്ട്, നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് സുഖമായിട്ട് ആ പൈസ ആ പാപത്തിന്റെ പൈസ നീ പറ്റരുത് എന്നുള്ളതാണ് എനിക്ക് അത്രയും നിനക്ക് പറയാനുള്ളൂ. നിനക്കിപ്പോ ആ കമന്റ് ബോക്സിൽ കിച്ചുവിന് വരുന്ന എന്നുവെച്ചാൽ സങ്കടം വരും. ഇതൊന്നും അല്ല, ഞാൻ കുറച്ച് മാത്രമേ വെച്ചുള്ളൂ, ഒരുപാടുണ്ട്, പോയി കാണുക. അത്രയ്ക്ക് ഒരു എന്താ പറയുന്നത്, അവനെ അനുഭവിച്ച കാര്യങ്ങൾ. കാരണം എനിക്ക് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിനകത്ത് അവൻ പറയാതെ പറയുന്നത് ഋതപ്പൻ. അവൻ ആകെ കൂടി അവന് ഇഷ്ടമുള്ള ഒരേ ഒരു വ്യക്തി എന്നുള്ള ഋതപ്പനാണത്, മറ്റാരുമല്ല. ഋതപ്പന് മാത്രമേ അവന് ആത്മാർത്ഥമായി ഇഷ്ടമുള്ളൂ. അതായത് കൊല്ലത്തിലെ വീട്ടുകാരോടും ഈ പറയുന്ന വലിയ മമതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവൻ അവിടെ ഈ പറയുന്ന ഡ്രഗ്സിന്റെ അടിമയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കൊല്ലത്തോട്ട് വരട്ടെ എന്നിട്ട് അവന് സമ്മതിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം കൊല്ലത്തുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കും ഇവന്റെ അച്ഛൻ കെട്ടിയ 3 പേർക്കും ഈ പറയുന്ന കിച്ചുവിനെ കണ്ടുകൂടായിരുന്നു. ഒരേ ഒരു അവന്റെ സ്വന്തം അമ്മയ്ക്ക് പറ്റി പറയുന്നുണ്ട്, സ്വന്തം അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു, സ്വന്തം അമ്മയല്ലേ. ബാക്കി വന്ന 2 എണ്ണം കണക്ക് തന്നെയായിരുന്നു എന്നാ പറയുന്നത്. മനസ്സിലായി? ഞാൻ എന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ്. അതായത് സ്വന്തം അച്ഛൻ മരിച്ചു കിടന്നപ്പോ ആ ശവത്തിന് വരെ കണക്ക് പറഞ്ഞ പരനാറികളാണ് എന്നാണ് അവൻ പറയാതെ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായി? ഇതിനൊക്കെ ഈ പാപങ്ങളൊന്നും ഒരിക്കലും അതിനൊക്കെ ഈ പറയുന്ന അനുഭവിക്കാതെ പോവത്തില്ല. ഇതിനൊക്കെ കിടന്ന് നിരങ്ങി അനുഭവിച്ചിട്ടേ പോവുള്ളൂ. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. മനസ്സിലായി? പന പോലെ വളർത്തും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു പോകും അവന്റെ ആ ഒരു ജീവിത യാത്ര. കാരണം ഇപ്പോഴും അവന് ഒറ്റപ്പെട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ആരുമില്ല. കുറച്ച് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ആ കൂട്ടുകാരുടെ വീട്ടിലും ഈ പറയുന്ന കയറി ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇതുള്ള കാരണം ഒക്കെ നമ്മുടെ അപ്പുറം കമന്റ് നമുക്ക് കാണാം. ശേഷം